ഹലോ, വെൽക്കം ടു നിഷാസ് വ്ലോഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പോൾ കുറേ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. തിരക്ക് പറഞ്ഞാൽ മോൾക്ക് കുറച്ച് സുഖമില്ലാണ്ടായിട്ട് ഇടയിൽ പനിയൊക്കെ വന്നിട്ട് മാറാതെ 2-3 പ്രാവശ്യം ഡോക്ടറടുത്തൊക്കെ പോയി. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എഡിറ്റ് എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പിന്നെ ഇതാണെങ്കിൽ പഴയ വീഡിയോ കേട്ടോ, എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഇന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മോൾക്ക് സാധാ പനി തന്നെയാണ് കേട്ടോ, വൈറൽ ഫീവർ ആയിരുന്നു. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു കേട്ടോ കുറേ മാറാണ്ടിരുന്നപ്പോഴേ. അപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വൈറൽ ഫീവറാണ്, അത് വിട്ട് വരും, കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതാണെങ്കിൽ എക്സാമിൻ്റെ ടൈമിലായിരുന്നു കേട്ടോ വയ്യായ്ക ആയതും എല്ലാം. അതുകൊണ്ട് തന്നെ പഠിക്കാനും കുറേ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവൾ എക്സാം എഴുതാൻ പോകണില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തലചുറ്റലും ഭയങ്കര ക്ഷീണവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ സ്കൂളിൽ പോയി പ്രിൻസിപ്പളുടെ അടുത്ത് കണ്ടിട്ടൊക്കെ വന്നു കേട്ടോ. മോൾ ചിലപ്പോൾ എക്സാമിന് കുറച്ച് ദിവസം ലീവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. അപ്പോൾ 10th അല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് എക്സാം എഴുതിക്കാൻ നോക്കൂ എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ മോൾ എന്തായാലും എക്സാമിന് പോകാമെന്ന് തീരുമാനിച്ചിട്ടോ. പനി കുറച്ച് കുറഞ്ഞു, പിന്നെ ക്ഷീണമുണ്ട് കേട്ടോ, തലചുറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എക്സാം എഴുതിയിട്ട് വരാമെന്ന് പറയാം കേട്ടോ മോൾ. അപ്പോൾ ഇന്നാണ് എക്സാം ഇട്ട്. അപ്പോൾ ഇന്ന് എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്യൂഷന് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ, അപ്പോൾ ഇന്നത്തെ പറഞ്ഞാൽ ഇന്നത്തെ വിശേഷമല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോഴാണ് എഡിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ചെമ്പല്ലി മീനാണ് കേട്ടോ. ചെമ്പല്ലി അഥവാ പുതിയാപ്ല, പിന്നെ അല്ലെങ്കിൽ വേറെ കിളിമീൻ അങ്ങനെയൊക്കെ പറയില്ലേ, ആ മീനാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ വലുത് വറുക്കാൻ നല്ല ടേസ്റ്റ്, നല്ല സൂപ്പറായിരിക്കും കേട്ടോ. ഇത് പിന്നെ ചെറുതൊക്കെ നമുക്ക് ചാറ് വയ്ക്കാൻ, വറുക്കാൻ നന്നായി ഉണ്ടാവും. എന്നാലും ഇത് കുറച്ചും കൂടി ചാറ് വെച്ചാലാണ് കുറച്ച് ടേസ്റ്റ്. പക്ഷേ ഞാൻ ഇന്ന് എന്തായാലും വറുക്കാനാണ് പോകുന്നത് കേട്ടോ. ഇത് വറുക്കാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ അത് നേരെയാക്കാം. ഭയങ്കര മുള്ളാണ് കേട്ടോ ഇതിൽ. ചെറിയ മീൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, എന്നാലും ഇത് നേരാക്കാനില്ലേ ഭയങ്കര പാടാണ്. കയ്യിൽ അതിൻ്റെ മുള്ളു കുത്തിയുണ്ടല്ലോ, അതിൻ്റെ വേദന വന്നിട്ട് ഭയങ്കര കടച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു വിധത്തിലൊക്കെ നേരാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് വറുക്കാനായിട്ട് ഉപ്പും മുളകും എല്ലാം പുരട്ടി നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതെന്തായാലും ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം വറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അടുക്കളയിൽ കണ്ണമ്മ ചേച്ചി പണിച്ച് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ ആൾ. അപ്പം ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. അങ്ങനെ ഇനിയിപ്പോൾ പണികൾ കുളിക്കണം. എന്തായാലും മീൻ കഴുകി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനിയിപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കണം. പക്ഷേ ഇതിൻ്റെ വീഡിയോ എന്താ സംഭവിച്ചതെന്നറിയോ, ഞാൻ പിന്നെ ബാലൻസ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറേ വീഡിയോ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇതും പിന്നെ ഇനി ഇടാൻ പോകുന്നത് വേറെ ദിവസത്തെയും കൂടിയിട്ടാണ്. രണ്ടും കൂടി യോജിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ അത് മീനൊക്കെ വറുത്ത് കഴിഞ്ഞു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വറുക്കണ വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇടയിൽ നമ്മുടെ പച്ചക്കറി മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചീരയും പിന്നെ മത്തനും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും ഇനി നാളെ വെക്കുള്ളൂ. പിന്നെ കൈപ്പയ്ക്കും ഒക്കെ വാങ്ങിച്ചു, മീനും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ വാഴയ്ക്ക് വാങ്ങിയിട്ടോ. വാഴയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കുറേ ദിവസം മുന്നത്തെയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഓർമ്മയില്ല എന്തൊക്കെ വാങ്ങിച്ചെന്നുള്ളത്, എനിക്ക് കൺഫ്യൂഷനായിട്ടോ. അങ്ങനെ ഇനി എന്തായാലും പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, നമ്മുടെ ചീര കേട്ടോ. അപ്പൊ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ 2 ദിവസത്തെ വീഡിയോ കൂടിയിട്ട് ഒരുമിച്ചാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ കുറെ പച്ചക്കറി സംഭവങ്ങളൊക്കെ വാങ്ങിച്ചില്ലേ, മുത്തശ്ശി വന്നപ്പോ കുറച്ച് ചീരയും മത്തനൊക്കെ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അതിലത്തെ ചീരയാണ് കേട്ടോ. ഇത് ഇത്തിരി വാടിപ്പോയി, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇന്നതിന് കറി വെക്കാൻ പോവാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചീരയാണ്. തേങ്ങയൊന്നും ഒഴിക്കാണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീരക്കറിയാണ് നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആ ചീരക്കറി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഒരു കെട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. കണ്ണമ്മ ചേച്ചി തൊടില്ല, മോളാണെങ്കിൽ അവളും കഴിക്കില്ല. ഇവർക്ക് സാമ്പാറുണ്ടെങ്കിൽ മതി, പരിപ്പിച്ചാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി. അനുവിനാണെങ്കിൽ എന്തെങ്കിലും ഉപ്പേരി അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർക്ക്. പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് തേങ്ങ ഒഴിക്കാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചീരക്കറി വെക്കാം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് ആ കറി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പെഷ്യൽ ചീരക്കറി, തേങ്ങ അരയ്ക്കാത്ത ചീരക്കറിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഒരു കെട്ടിലുള്ളൂ, അതുകൊണ്ട് പിന്നെ വേഗമാവും.
അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം. പിന്നെ മോളുടെ കാര്യമാണെങ്കിൽ മോൾ ട്യൂഷന് പോയിട്ട് മോൾക്ക് എക്സാം തുടങ്ങി കേട്ടോ. മോൾക്കിപ്പോൾ മോഡൽ എക്സാം ആണ്. അപ്പോൾ അവൾ 7 മണിക്ക് പോയി ട്യൂഷന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ 8 മണിക്ക് തന്നെ സ്കൂളിൽ പോകും. 9 മണിക്ക് എക്സാം ആണ്. അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരം 5 മണി വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ് ഒന്നും കളയാണ്ടാണ് അവർ എക്സാം വെക്കുന്നത്. രാവിലെ നേരത്തെ എക്സാം കഴിയും, പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം സ്കൂൾ വിട്ട ശേഷം ഒരു എക്സാം, അങ്ങനെയാണ് മോഡൽ എക്സാം ചെയ്യണത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഓണം എക്സാം ഒക്കെ ആവാനായല്ലോ, 10th ആണല്ലോ. അപ്പൊ ഞാനിതൊന്ന് നന്നായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ ചീര നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, അതുപോലെ തന്നെ ഉള്ളി, ചെറിയുള്ളിയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറമുളക് കേട്ടോ, വറ്റൽമുളക്, ഉണക്കമുളക് അതെടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിയ ശേഷം നമുക്ക് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്നും അങ്ങോട്ട് കളർ ചേഞ്ച് ആയ ശേഷം ഉള്ളി, വെളുത്തുള്ളി എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. നന്നുണ്ട്. ഇനി നമ്മുടെ ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ചീര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക കേട്ടോ. ഇനി ഈ ചീര ഒന്ന് ഇത്തിരി ചുങ്ങിയ ശേഷം നമുക്ക് പരിപ്പ്, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇതൊന്ന് നന്നായി ചുങ്ങി വരട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ ചീര നന്നായി ചുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കുന്നതിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോഴേ ചേർക്കേണ്ടതായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതായിരുന്നു, അപ്പൊ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഉപ്പ് അളവായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ചീര ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ ഉപ്പ് കുറച്ചിട്ടാലും അധികമുള്ള പോലെ തോന്നും. ഉപ്പ് ഒരു പകുതി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇലക്കറികൾക്കൊക്കെ ഉപ്പ് കുറവ് ഇടുക നല്ലത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ ചീര ഇപ്പൊ പകുതി വെന്തിട്ടേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റും ആണ്. തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മടുക്കില്ലേ, കഴിക്കുമ്പോ എന്തോ പോലെ ഉണ്ടാവും. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതുപോലൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. തേങ്ങയൊക്കെ ഇടാണ്ട് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ കറി നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചീരക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ ചീരക്കറിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഉച്ചയ്ക്കുള്ള കറി വന്നിട്ട് ചീരയാണ്, തേങ്ങ ഒഴിക്കാണ്ടുള്ള കറി. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ മാങ്ങച്ചാറുണ്ട് കേട്ടോ. അതാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത്. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്. മോൾക്ക് രാവിലെ കൊടുത്തു വെച്ചതിന്റെ ബാലൻസ് ആണ് കേട്ടോ. അപ്പൊ ക്യാരറ്റ് ഉപ്പേരി ഉണ്ട്, മാങ്ങച്ചാറ്, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചീരക്കറി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ. അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ അടിപൊളി ചീരക്കറിയും ചോറും എല്ലാം കൂട്ടി കഴിച്ചു. പിന്നെ ഞാനിതാ ഷോപ്പിൽ വന്നു കേട്ടോ. ഷോപ്പിൽ വന്നപ്പോൾ നമ്മുടെ കടയുടെ മുമ്പിൽ ഒരു വലിയൊരു ലോറിക്കകത്ത് നമ്മുടെ ആനയുണ്ടല്ലോ, ആനേനെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അവരവിടെ നിർത്തി, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി നിർത്തി കേട്ടോ. അപ്പം ഞാനതിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറേ നേരം ആനേനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടോ. കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഉറങ്ങിയ ഒരു സമാധാനം കേട്ടോ. എന്തോ ഒരു ക്ഷീണം മാറിയ പോലെയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇനി മോള് സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അവൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ കടയിൽ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാവ് അരച്ചതൊന്നും ഇല്ല. അപ്പോൾ കടയിൽ നിന്ന് ബ്രെഡോ പഴമോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ കടയിലാണെങ്കിൽ കണ്ണമ്മ ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ്, ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വന്നു. അപ്പോൾ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. നമുക്ക് മുട്ട വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ബ്രെഡ് വാങ്ങി, പിന്നെ അതുപോലെ പേരെന്താ വാങ്ങിച്ചത്, അതെന്താ സംഭവം, കുറേ ദിവസം മുന്നിലുള്ള വീഡിയോ ആയതുകൊണ്ട് ഇനി എന്തൊക്കെ വാങ്ങിച്ചെന്ന് അരിപ്പൊടി ഉണ്ട്. പിന്നെ ഷാമ്പു ആണ് കേട്ടോ അപ്പോഴേ കാണിച്ചത്. ഷാമ്പു
തക്കാളി എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മോൾക്ക് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ഇഷ്ടമാണ് കേട്ടോ ബ്രെഡ് ഓംലേറ്റ്. അപ്പോൾ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഓംലേറ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലെ ടൊമാറ്റോ സോസ് ഇട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനും കഴിക്കാറുണ്ട് കേട്ടോ. മോൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പറഞ്ഞാൽ ഞാനും കഴിക്കും. നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മേലെ നൈസായിട്ട് കുറച്ച് എന്താ പറയുക നെയ്യൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വൈകുന്നേരം പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പായിട്ട് വരികയായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാനാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരിക്കുക. അങ്ങനെ ഇതാ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം മോളും കഴിച്ചു, പിന്നെ ഒരെണ്ണം ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അവൾ വരുന്നേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൾ വന്ന പോലെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇതാ മോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ വന്നു. അപ്പോൾ അവൾ വീഡിയോ എടുക്കണത് അവൾ കണ്ടു കേട്ടോ. അവിടെ ഫോൺ അമ്മ വെച്ചിരിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ബാഗ് വാങ്ങിക്കില്ലേ എന്നൊക്കെയാണ് കേട്ടോ മോള് പറയണേ. അങ്ങനെ ഇതാ ഞാൻ ആ ബാഗൊക്കെ ഇട്ട് എത്ര വെയിറ്റ് ഉണ്ട് നോക്കിയതായിരുന്നു കേട്ടോ. ഭയങ്കര വെയിറ്റ് ഉണ്ട്. കുറേ ബുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര വെയിറ്റ് കേട്ടോ. ബാഗിൽ നോക്കിയപ്പോൾ ബോട്ടിലിൽ വെള്ളം അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വെള്ളം കുടിച്ചില്ല ചോദിച്ചപ്പോൾ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നിറച്ചതാണ് പറഞ്ഞു. അപ്പോൾ നിറച്ചത് അവിടെ നിന്ന് തന്നെ കുടിച്ചിട്ട് വരാമല്ലോ, അല്ലെങ്കിൽ അവിടെ കളഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തൂക്കിയിട്ട് വരണ്ടേ ബസ്സിൽ, അതും തൂക്കി പിടിച്ച് കയറി നല്ല വെയിറ്റ് അല്ലേ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മോള് സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. വന്നതും സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ അവൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാ വിശേഷങ്ങളും പറയും, പിന്നെ എണീക്കുള്ളൂ കേട്ടോ. പിന്നെയാണ് മേല് കഴുകലും കഴിക്കലും ബാക്കിയുള്ള പരിപാടികളൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് പിന്നെ രാത്രിയാണ് കേട്ടോ. പിന്നെ മോളിതാ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഷോപ്പ് അടയ്ക്കണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലത്തേക്ക് ഫുഡ് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അരിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലെന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ മോളിതാ വീഡിയോ എടുക്കുമ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല കേട്ടോ വീഡിയോ എടുക്കുക പറഞ്ഞാൽ. മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പോഴേ വാങ്ങിച്ച അരിപ്പൊടിയൊക്കെ കുഴച്ച് മാവൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നൂൽപുട്ടാണ്. ഈ നൂൽപുട്ട് ഉണ്ടാക്കിയൊക്കെ ചെയ്തു കേട്ടോ. ഉണ്ടാക്കി ലാസ്റ്റ് എത്തുമ്പോൾ എന്തായെന്നറിയോ, നമ്മുടെ നൂൽപുട്ട് അച്ച് കണ്ടില്ലേ ഉണ്ടാക്കുന്ന സംഭവം അങ്ങനെ ലൂസായി. പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മാവ് താഴേക്ക് വരുന്നില്ല കേട്ടോ. അങ്ങനെ അത് കംപ്ലൈൻ്റ് ആയിട്ടോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കേട്ടത്. ഇതോടുകൂടി നമ്മുടെ നൂൽപുട്ടിൻ്റെ അച്ഛൻ്റെ പരിപാടി കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിട്ട് വേണം നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമുക്ക് രാത്രിക്ക് കറി എന്താണെന്നറിയോ, കറി എന്തോ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. ഇത് കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആയതുകൊണ്ട് എനിക്ക് അത്ര ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ നൂൽപുട്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയർ കറിയാണ് കേട്ടോ നമ്മളിന്ന് വെച്ചിരിക്കുന്നത്. ഇത് രണ്ട് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപയർ കറിയും. ചെറുപയർ കറിയുടെ കൂടെ പുട്ട്, അതുപോലെ നൂൽപുട്ട്, ആപ്പം, ഇതെല്ലാത്തിനും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മോൾക്ക് വേഗം നൂൽപുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. മോൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ ഷോപ്പ് അടയ്ക്കാനായി പോവാണ് കേട്ടോ. അപ്പോൾ മഴ ചെറുതായി ചാറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയൊക്കെ 2 സ്ഥലത്ത് അടച്ചു കഴിഞ്ഞു. പിന്നെ ഇനി ഒരു 2 ഭാഗത്തും കൂടി അടയ്ക്കാണ്ട് കേട്ടോ. ഒരു 3-4 സൈഡ് അടയ്ക്കണം കേട്ടോ. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയും വെച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാം ഒരു ഭാഗത്തല്ലല്ലോ. അപ്പോൾ അവിടെ ഇവിടെയും വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഷീറ്റൊക്കെ ഇട്ട് അടച്ച് കെട്ടി ഭദ്രമാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരം ഉള്ളൊരു പണിയാണ് കേട്ടോ. ഈ അടയ്ക്കലും തുറക്കലുമാണ് മെയിനായിട്ടുള്ളൊരു പണിയെന്ന് വെച്ചാൽ. അപ്പോൾ അത് ഏകദേശം എല്ലാവിടെയൊക്കെ അടച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ മഴ നനയാതിരിക്കാൻ എനിക്കാണെങ്കിൽ മഴ നനഞ്ഞാലേ പെട്ടെന്ന് മൈഗ്രെയിൻ വരും കേട്ടോ, തലവേദന വരും. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി മഴ നനഞ്ഞാൽ എന്തായാലും തലവേദന വരുന്നു. അപ്പോൾ ഞാൻ ഒരു ക്യാപ്പൊക്കെ വെച്ചു കേട്ടോ. ചെറിയ ചാറ്റലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഷോപ്പൊക്കെ അടയ്ക്കുക കേട്ടോ മഴയുള്ള ടൈമിൽ. അങ്ങനെ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ വന്ന മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ടോ.
അപ്പോൾ ഇനി എന്തൊക്കെയാണ്, ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം.